നമസ്തേ, രവിയാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വർഗീയതയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ഒരു സമുദായ നേതാക്കളെയും അംഗീകരിക്കില്ല, രാഷ്ട്രീയത്തിൽ അവരുടെ ആവശ്യമില്ല. വളരെ നല്ല കാര്യം, അഭിനന്ദനങ്ങൾ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഒരൊറ്റ കാര്യം, മതമാണ് പ്രശ്നം. ഇനി ഭരണം കിട്ടിയാൽ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഭരിക്കണം എന്ന് പറഞ്ഞ KM ഷാജിനെയും കൂടെ ഓർമ്മയിൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയണം. KM ഷാജി, നിങ്ങൾക്ക് ഈ UDF സ്ഥാനമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം, ആണാണെങ്കിൽ. അല്ലാതെ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും നെഞ്ഞത്ത് മാത്രം ഭരതനാട്യം ചെയ്യണ്ട. അവരുടെ നെഞ്ഞത്ത് ഭരതനാട്യം ചെയ്യുന്നതിന് ഞാൻ എതിരൊന്നുമല്ല. ഒരു സമുദായ നേതാക്കളെയും അവരുടെ കാല് പിടിക്കുന്നതിന് രാഷ്ട്രീയ നേതാക്കന്മാർ പോകരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ PFIയുടെയും SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാലിൽ പോയിട്ട് നിങ്ങൾക്ക് നക്കാം. ഹിന്ദുക്കളുടെ നേതാക്കന്മാർ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് വർഗീയത. എന്താ VD സതീശ ഈ ഒരു പക്ഷഭേദം? നിങ്ങളുടെ UDF മുന്നണിയിൽ തന്നെ ഒരാൾ പറയുകയാണ് മതമാണ് പ്രശ്നം. ഇനി ഞങ്ങൾ ഭരണത്തിന് വന്നാൽ ഭരിക്കേണ്ടത് ഈ സമുദായത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ KM ഷാജിയെ UDF നിന്ന് മാറ്റാനുള്ള ചങ്കൂറ്റുണ്ടോ നിനക്ക്? അല്ലെങ്കിൽ ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് വനവാസത്തിന് അല്ലാതെ വെറുതെ ഇരുന്ന് ചിലക്കണ്ട. നീ ആരുടെ കണ്ണിലാ പൊടിയിർന്ന്? കേരളത്തിലെ വിഡ്ഢികളായ നിൻ്റെ അണികളുടെയാണ്. ഇവിടെ കുറച്ച് ബുദ്ധിയുള്ളവരുമുണ്ട്, ജനങ്ങൾ ജീവിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് പറയും. വർഗീയതയ്ക്കെതിരെ അലകടൽ ആഞ്ഞു വന്നാലും ഞാൻ ഇതാവില്ല, എനിക്ക് വ്യക്തിപരമായ നഷ്ടങ്ങളുണ്ടായാലും ഞാൻ അതിന് കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞല്ലോ. KM ഷാജിയുടെ ആ പ്രസ്താവനയ്ക്കെതിരെ നീ ഒരു വാക്കൊന്ന് ചലിപ്പിക്കും നിൻ്റെ നാക്കുകൊണ്ട്. എന്നിട്ട് നീ പറ, വർഗീയതയ്ക്കെതിരെ ഞാൻ വാളോങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ നീ ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എടുത്തെറിഞ്ഞിട്ട് വനവാസത്തിന് മനസ്സിലാവുണ്ടോ? അല്ലാതെ വർഗീയതയ്ക്കെതിരെ നീ പറയണ്ട. നീ അതിന് വളർന്നിട്ടില്ല. വർഗീയതയ്ക്കെതിരെ പറയുമ്പോൾ അങ്ങോട്ടും പറയണം ഇങ്ങോട്ടും പറയണം. നീ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും കാല് പിടിക്കാൻ പോവില്ല എന്ന് പറയണം. ഞാൻ